കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട സൈമൺ അച്ഛൻ, ഇടവചനങ്ങൾ, എനിക്ക് ഇന്ന് നിങ്ങളോടൊപ്പം ഈ വ്യാഴാഴ്ച നോമ്പിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട സൈമൺ അച്ഛനോടുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇത് വളരെ ഒരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്, ഒരു സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അത്ഭുതകരമായ, ഒരുപക്ഷെ നമ്മുടെ ആയുഷ്കാലത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മാഗ്നിറ്റ്യൂഡിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. അവിടെ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളെല്ലാവരും നോമ്പിന്റെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ തീർച്ചയായും ദൈവത്തിൽ നിന്ന് പ്രത്യാശയും ദൈവത്തിൽ നിന്ന് ആശ്വാസവും ശക്തിയും ലഭിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടെ എൻ്റെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ അമേരിക്കയിലുള്ള കേസസിന്റെയും ഡെത്ത്സിന്റെയും എണ്ണം ഒരിക്കൽ കൂടെ ഞാനൊന്ന് അപ്ഡേറ്റഡ് ആകുവാനായിട്ട് ഞാൻ തുറന്നപ്പോൾ ഏതാണ്ട് 5,800 above deaths ആണ്. There are some more than 5,800 deaths now. And if I'm not wrong, because this is the first day in which America has crossed, the US has crossed 1,000 deaths in a day. So the reports are saying that the last 24 hours, we've lost 1,000 people. അപ്പം അങ്ങനെയുള്ളൊരു കോംപ്ലിക്കേറ്റഡ് ടൈംസിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ പാനിക്കുണ്ട്, നമുക്കൊക്കെ ഭീതിയുണ്ട്. ഞാനപ്പം ചിന്തിക്കുകയായിരുന്നു, ഈ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ, ദൈവമേ, എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയുകയില്ല, എന്നാൽ ഞങ്ങളുടെ പേടി, ഞങ്ങളുടെ ഭീതി, ഞങ്ങളുടെ പരിഭ്രാന്തി മാറ്റുവാൻ നിന്റെ കൃപയാൽ നീ ഞങ്ങളെ സഹായിക്കണമേ എന്നായിരുന്നു പ്രാർത്ഥന. എനിക്ക് പ്രത്യാശ, ഹോപ്പ് എന്നുള്ള ആശയമാണ് എൻ്റെ മനസ്സിൽ. somehow it appeared to my mind and I thought I should speak about hope. ലോകത്തിൽ നമുക്ക് പ്രത്യാശയില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മുൻപോട്ടുള്ള നമ്മുടെ ജീവിതവുമില്ല. I remember a friend of mine who died in an accident. When he was admitted to ICU, to the hospital, and when I went there, the one word that I heard from, I don't remember if it was a doctor or a nurse, was those two words which said, no hope. Hope illa. എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങ് അടിഞ്ഞുപോയി, തകർന്നുപോയി. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ഡോക്ടറിനെ, ഒരു ഡയഗ്നോസിസിന് നമ്മൾ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ഡയഗ്നോസിസ് ഡോക്ടർ പറഞ്ഞാൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഹോപ്പ് ഉണ്ട്. എത്ര അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിലും ദൈവം നമ്മളെ രക്ഷിക്കും. ഒരു അല്പമെങ്കിലും ഹോപ്പ് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഓരോ നിമിഷവും ധൈര്യത്തോടെ മുൻപോട്ട് പോകുന്നത്. എന്നാൽ പ്രത്യാശയില്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും, ഇറ്റ്സ് ടെറിബിൾ. യു കനോട്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: The spirit of a man can endure his sickness, but a broken spirit who can bear? The spirit of a man can endure sickness, but a broken spirit who can bear? പുരുഷന്റെ ധീരത അവന്റെ ദിനത്തെ സഹിക്കും. തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം? തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം? എവിടെ പ്രത്യാശ നഷ്ടപ്പെടുന്നു അവിടെ നമ്മൾ ഇല്ലാതാവുകയാണ്. We are left undone. So whenever we lose hope, whenever we lose reason to live for the future, we will have no reason to live. It will be a terrible life and we will be undone. എന്നാൽ തിരുവചനത്തിലൂടെ ക്രിസ്തു നമുക്ക് നൽകുന്ന പ്രത്യാശ അതെന്താണ്, അതെങ്ങനെയാണെന്നുള്ളത് തിരുവചനത്തിലൂടെ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്.
the letter to the Hebrews, chapter 6, verses 11 to verse 20. Chapter 6, verses 11 to 20. ഞാൻ ഇംഗ്ലീഷിൽ ആദ്യമേ വായിക്കാം. ആരെങ്കിലും മലയാളത്തിൽ വായിക്കാമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും മലയാളത്തിൽ വായിക്കാമെങ്കിൽ സഹായകരമായിരിക്കും. And we want each one of you to show the same diligence so as to realize the full assurance of hope to the very end, so that you may not become sluggish, but imitators of those who through faith and patience inherit the promises. When God made a promise to Abraham, because he had no one greater by whom to swear, he swore by himself, saying, I will surely bless you and multiply you. And thus Abraham, having patiently endured, obtained the promise. Human beings, of course, swear by someone greater than themselves, and an oath given as confirmation puts an end to all dispute. In the same way, when God desired to show even more clearly to the heirs of the promise the unchangeable character of his purpose, he guaranteed it by an oath, so that through two unchangeable things, in which it is impossible that God would prove false, we who have taken refuge might be strongly encouraged to seize the hope set before us. We have this hope, a sure and steadfast anchor of the soul, a hope that enters the inner shrine behind the curtain, where Jesus, a forerunner on our behalf, has entered, having become a high priest forever according to the order of Melchizedek. മലയാളത്തിൽ വായിക്കുന്നവര് 11, 19, 20 ഈ 3 വാക്യങ്ങൾ വായിച്ചാൽ മതി. 6-ന്റെ 11, 19, 20. എന്നാൽ നിങ്ങൾ വായിച്ചോളൂ. 6-ന്റെ 11, 19, 20. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്ക് മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. താങ്ക് യു. എബ്രായർക്കെഴുതിയ ലേഖനത്തിന്റെ ആമുഖവും പശ്ചാത്തലവും ഒന്നും ഇപ്പോൾ പറയേണ്ട സമയമല്ലെന്നറിയാം. വളരെ ചുരുക്കം സമയമേ നമുക്ക് ധ്യാനിക്കുവാനായിട്ടുള്ളൂ. എങ്കിലും ഒരു കാര്യം ഓർക്കണം, ഇത് പൊതുവെ അറിയപ്പെടുന്നത് പൗലോസ് എഴുതിയ ഒരു ലേഖനം എന്നുള്ളതാണ്. എന്നാൽ പല വേദപണ്ഡിതന്മാരും ഒരുപക്ഷെ അല്ലായിരിക്കും എന്ന് കരുതുന്നുണ്ട്. എന്നാൽ പൗലോസ് എഴുതിയതായിട്ട് തന്നെ നമുക്ക് കരുതുക. ഇത് എഴുതിയത് യെരുശലേമിലുള്ള യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എഴുതിയത്. So this letter is written to the Jewish Christians in Jerusalem. Now, what was special about those Christians? Those Christians were facing persecution of massive, epic proportions. So, ഒരു പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്ന ജനത്തെ അഭിസംബോധന ചെയ്യുന്ന ലേഖനമാണ്. ഹൈലി തിയോളജിക്കൽ ആയിട്ടുള്ള ലെറ്ററാണ് ഈ letter to the Hebrews. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. Meaning to say that it is written to the Jewish Christians. Now, ഈ അധ്യായത്തിന് 11-ാം വാക്യമാണ് നമ്മൾ ആദ്യമേ വായിച്ചത്. And we want each one of you to show the same diligence so as to realize the full assurance of hope to the very end. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? So that you may not become sluggish, but imitators of those of who through faith and patience inherit the promise. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത് ക്രിസ്ത്യൻ ഹോപ്പ് ഗ്രോസ് ഔട്ട് ഓഫ് ഫെയ്ത്ത്. ക്രിസ്തീയ പ്രത്യാശ എന്നുള്ളത് ആഴമായ വിശ്വാസത്തിൽ നിന്നും സഹിഷ്ണുതയിൽ നിന്നും ഉളവാകുന്ന ഒന്നാണ്. അതിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി അത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ വിശ്വാസത്തിന്റെയും സഹിഷ്ണുതയുടെയും തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ അവകാശികളാകുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. We will only become inheritors of God's promises if we have deep faith in God. And it is through faith that we receive or that we get or that we experience Christian hope. വിശ്വാസത്തിലൂടെ ഉള്ളതല്ലാതെ
പ്രത്യാശ നമുക്ക് അനുഭവിക്കുവാനോ പ്രത്യാശ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടോ കഴിയുകയില്ല. എന്താണ് വിശ്വാസത്തിന്റെ ഗുണം? ഈ വിശ്വാസം പ്രത്യാശ എങ്ങനെ ഉളവാക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉദ്ദേശിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഡിസപ്പോയിന്റ്മെന്റ്സിലൂടെ കടന്നു പോകുമ്പോൾ, അതിനെയെല്ലാം ഉൾക്കൊള്ളുന്ന, അബ്സോർബ് ചെയ്യുന്ന ഒരു ഒരു വേർച്യു ആണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു, അതിനു മുമ്പത്തെ ഞായറാഴ്ചയിലോ നമ്മൾ ഏവൻഗേലിയോനെ വായിച്ചത് മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം കുരുടനായ ബർത്തിമായെ പറ്റിയാണ്. ആ മനുഷ്യന്റെ ജീവിതം ഒന്ന് നോക്കുക. ഒരുപക്ഷെ ജന്മന കുരുടനായ ഒരു മനുഷ്യനായിരുന്നേനെ, വേദപുസ്തകത്തിൽ അത് പറയുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഉടനീളം ഡിസപ്പോയിന്റ്മെന്റ്സും നിരാശകളും സങ്കടങ്ങളും ഒരുപക്ഷെ പരിഭവങ്ങളുമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒരിക്കലും അവൻ കൈവിട്ടില്ല. കർത്താവ് അതിലൂടെ കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ, സൺ ഓഫ് ഡേവിഡ്, ഹാവ് mercy on me എന്ന് ഉച്ചത്തിൽ വിളിക്കുകയാണ്. And people asked him to be quiet. People asked him to shut up. Yet the faith of that blind man, the faith of Bartimaeus was so big, it was so deep, that he was able to receive healing. He was able to receive a secure future. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ നിരാശപ്പെടുത്തുന്ന, വിഷാദത്തിലേക്ക് ഒരുപക്ഷെ നമ്മളെ ആഴ്ത്തുന്ന പല നെഗറ്റീവായിട്ടുള്ള, നമ്മളെ പരിഭ്രാന്തി നമ്മൾ ഉളവാക്കുന്ന പല വാർത്തകളും നമ്മൾ വായിക്കുമ്പോൾ ഓർക്കുക, ആഴമായ വിശ്വാസം ദൈവത്തിൽ നിന്ന് കൈവടിയാതെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ നിശ്ചയമായും മുൻപോട്ടുള്ള നമ്മുടെ ഭാവി നമുക്ക് സെക്യൂർ ചെയ്യുവാനും, ഒരുപക്ഷെ മരിക്കുമായിരിക്കാം, എന്നാൽ പൗലോസ് പറയുന്നത് പോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയും. കർത്താവ് തന്നെ പറയും, നമ്മളിപ്പോൾ ഞാൻ ആഴമായ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കരുതും അത്ര ആഴമായ വിശ്വാസമൊക്കെ ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ മനുഷ്യരായ നമുക്കൊക്കെ എങ്ങനെ കഴിയും? കർത്താവ് തന്നെ പറയുന്നുണ്ട്, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, if you ask this mulberry to be uprooted, it will be thrown into the sea. ആഴമായ വിശ്വാസം എന്ന് പറയുമ്പോൾ കടുകുമണിയോളം വിശ്വാസം ഉണ്ടായാൽ നിശ്ചയമായിട്ടും ഈ ക്രിസ്തീയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ അത് വളർത്തുവാനും ഡെവലപ്പ് ചെയ്യുവാനും നല്ല ശിഷ്യരായി തീരുവാനും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പാനിക് ആകാതെ നമുക്ക് മുൻപോട്ട് പോകുവാനും കഴിയും. 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്: We have this hope, a sure and steadfast anchor of the soul, a hope that enters the inner shrine behind the curtain. ഇവിടെ നങ്കൂരത്തെ പറ്റി പറയുകയാണ്. അപ്പോൾ നമുക്കറിയാം, നങ്കൂരം, ഒരു കപ്പൽ ഒരു പോർട്ടിലേക്ക് അടുക്കുമ്പോൾ നങ്കൂരം എറിയുക എന്ന് പറയുമ്പോൾ ഒരു ഫേം ഫൗണ്ടേഷനെ പറ്റി പറയുക. ക്രിസ്തീയ പ്രത്യാശ, ക്രിസ്ത്യൻ ഹോപ്പ് is actually built on a firm foundation. It is like an anchor. ഒരു നങ്കൂരം പോലെയാണ്. ആഴമായ ഒരു ഫേമായിട്ടുള്ള ഒരു അടിസ്ഥാനം നമുക്കുണ്ടായിരിക്കണം. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്കൊരു ഫേമായിട്ടുള്ള ഒരു അടിസ്ഥാനം ഒരിക്കലും നമുക്ക് പ്രത്യാശയിൽ, നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ ബിൽഡ് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. കർത്താവിലുള്ള വിശ്വാസവും പ്രത്യാശയും നമുക്കില്ലാത്തപ്പോൾ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? We begin to manage ourselves. We begin to create our own chaos. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ നമ്മളും കടകളിലൊക്കെ പോയപ്പോൾ കണ്ടു കാണും, ആൾക്കാരങ്ങ് പാനിക്കായിട്ട് സാധനങ്ങളൊക്കെ വാരിക്കൂട്ടുകയാണ്. ഒരു ദയമില്ലാത്ത തരത്തിലുള്ള പൂഴ്ത്തി വെക്കുകയും ശേഖരിക്കുകയും ചെയ്യുക, ഹോർഡ് ചെയ്യുക. കാരണം എന്താണ്? Their futures are not secure. They are not hopeful of a future in Christ. അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരുടെ ഓൺ ഇന്റലക്റ്റിൽ അവർ മൂവ് ചെയ്യുകയാണ്. They are thinking that, if I do this, I can manage my future. എന്നാൽ വിശുദ്ധ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനും വരുത്. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു.
ദൈവത്തിലും ക്രിസ്തുവിലൂടെയും അല്ലാതെ നമുക്കൊരു ഉറപ്പുള്ള ശാശ്വതമായ ഒരു അടിസ്ഥാനം, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ നമുക്ക് പണിയുവാനായിട്ട് കഴിയുകയില്ല. So our futures should be secured. We should know that our futures are secured and satisfied by God. His grace is sufficient for us. We can't do everything on our own. And if we think that we can manage everything, some things are beyond control. And that is what the world now is teaching us. A virus has taught us that we have to be dependent on God. That human beings are, all our technology, all our medicines, everything that we have, even the world's greatest country as we claim today here, we don't have the necessary things, or the kits, or the ventilators, or things are beyond human control. A person who has no Christian faith, who is not built on a firm Christian faith, has a dislodged faith and therefore a dislodged life. തകർന്നു ഇരിക്കുന്ന ജീവിതങ്ങൾക്ക് ഉടമകളാകും ഫേം ഫൗണ്ടേഷനോ അല്ലാതെ പണിയുന്ന വിശ്വാസവും പ്രത്യാശയും. പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. In Romans chapter 8 in verses 24, he says, പ്രത്യാശയാലല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനിയും പ്രത്യാശിക്കുന്നത് എന്തിന്? He says, for we are saved by hope. നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ആ ക്രിസ്തീയ പ്രത്യാശയാണ്. And once we have that hope which is in Christ, when we have that firm foundation which is built on Christ, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും നമുക്ക് കഴിയും. അങ്ങനെയുള്ളൊരു പ്രത്യാശ ഉള്ളപ്പോൾ സമൂഹത്തിൽ വൾണറബിൾ ആയിട്ടുള്ളവർ, അശരണരായിട്ടുള്ളവർ, സഹായമില്ലാത്തവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും അവരെ സഹായിക്കുവാനും നമുക്ക് കഴിയും. പക്ഷെ ഇന്ന് അതിന് കഴിയാതെ പോകുന്നതിന്റെ കാരണം ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശയും വിശ്വാസത്തിന്റെയും അളവ് കുറഞ്ഞു പോകുന്നതിലൂടെയാണ്. മൂന്നാമതായി അവസാനമായ ഒരൊറ്റ കാര്യം കൂടെ പറയാം. 19 അവസാനത്തെ വാക്യവും 20 പറയുന്നത് ഇങ്ങനെയാണ്: a hope that enters the inner shrine behind the curtain, where Jesus, a forerunner on our behalf, has entered, having become a high priest forever, according to the order of Melchizedek. നമ്മുടെ പ്രത്യാശ ആരാണ്? ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ് ആ പ്രത്യാശ. അത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ പറയുന്നത്, it says, we have this hope, a sure and steadfast anchor of the soul. നമ്മൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഷുവർ ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ് ആങ്കർ ഓഫ് ദ സോൾ. പിന്നെ പറയുന്നത്, ഇറ്റ് എൻറ്റേഴ്സ് ദി ഇന്നർ ഷ്രൈൻ ബിഹൈൻഡ് ദ കർട്ടൻ. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ കർട്ടൻ. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെയൊക്കെ ആരാധനകളിൽ ഈ മദ്ബഹ എന്ന് പറയുന്നത് ഹോളി ഓഫ് ഹോളീസ് ആണ്. സ്വർഗത്തെ പ്രതിനിധീകരിക്കുന്ന, റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ കേർട്ടന്റെ ഉള്ളിൽ എന്ന് പറയുന്നത്, അതിന്റെ അൾത്താര എന്ന് പറയുന്നത് ഹെവനെയും അതിന് പുറത്തുള്ളതും ഒരുപക്ഷെ അതിന് വെളിയിലുള്ളതും ഒക്കെ ലോകത്തെയും സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ പൗലോസ് പറയാൻ ശ്രമിക്കുന്നത്, ഈ പ്രത്യാശ ഈ കേർട്ടന്റെ അകത്ത് ഇന്നർ ഷ്രൈനിൽ നിന്ന് വരുന്ന ശക്തിയാണ്. മീനിങ് ടു സേ ദാറ്റ് ഇതിന്റെ ഉറവിടം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നാണ്, ക്രിസ്തുവിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഹോപ്പ് is not based on any theology or any philosophy or any kind of, some of the theologies that the churches say. It is based on one person, who is the gospel, who is our Lord Jesus Christ. ക്രിസ്തു എന്ന വ്യക്തി, ക്രിസ്തു എന്ന ദൈവം, ആ ദൈവത്തിൽ അടിസ്ഥാനമായ ആ ദൈവത്തെ സെന്റർ ചെയ്തുകൊണ്ടുള്ള ഹോപ്പാണ് ക്രിസ്ത്യൻ ഹോപ്പ്. And it says Jesus is our forerunner. നമുക്ക് മുൻപായിട്ട് പോയവനാണ്. That means മരണത്തെ കണ്ടവൻ, കഷ്ടപ്പാടുകളെ കണ്ടവൻ, ഈ ലോകത്തിൽ സഹിക്കാവുന്ന ഏറ്റവും വലിയ വേദന സഹിച്ചവൻ, എന്നാൽ ഒരു നാൾ നമുക്ക് വേണ്ടി മരിച്ചു, എന്നാൽ ഒരു നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇതിനെല്ലാം ജയിച്ചവൻ. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടതകൾ ഉണ്ടാകും, നിങ്ങൾ പരിഭ്രാന്തരാകരുത്, നിങ്ങൾ പേടിച്ചു പോകരുത്, നിങ്ങൾ ഭീതിയിൽ കഴിയരുത്, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. To live without Christ is to live a life without hope. ക്രിസ്തു ഇല്ലാത്ത ഒരു ജീവിതം പ്രത്യാശയില്ലാത്ത ഒരു ജീവിതമാണ്. പക്ഷേ നമ്മുടെ വിശ്വാസം ക്രിസ്തുവിൽ അധിഷ്ഠിതമാണെങ്കിൽ, ക്രിസ്തുവിനോട് കൂടെ, അല്ലെങ്കിൽ if we surrender it to Christ,
Let me tell you, we will enjoy salvation, which means life, and we will not be afraid of our small, even if we have to die. Like Paul, we will say, for me, to 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 live is Christ, and to die is is gain. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മളൊക്കെ ന്യൂയോർക്കിനടുത്തും ഈ സ്റ്റേറ്റിലും ഒക്കെ വളരെയധികം കേസസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും, അയ്യോ, എങ്ങനെയാണ് എൻ്റെ ജോലി ലേ ഓഫ് ചെയ്യുമോ, അല്ലെങ്കിൽ നാളത്തേക്കിനുള്ള വിഭവങ്ങൾ എങ്ങനെയാണ്, അല്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് പലർക്കും ഇമ്മ്യൂണിറ്റി കുറവുള്ളവരുള്ളായിരിക്കാം, അസുഖങ്ങൾ കഴിഞ്ഞവർ, സർജറീസ് ഒക്കെ കഴിഞ്ഞവരുണ്ടായിരിക്കാം. എന്നെപ്പോലെ ചിലർക്ക് എൻ്റെ നാട്ടിലുള്ളവരെ ഓർത്ത് എനിക്ക് പേടിയാണ്. നാട്ടിലോട്ട് യാത്ര ചെയ്യാൻ ഈ ദിവസങ്ങളിൽ പറ്റുകയില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും വളരെയധികം ഭീതിയും പരിഭ്രാന്തിയും എൻ്റെയും മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മളെയൊക്കെ മുൻപോട്ട് നയിക്കേണ്ടത് നമ്മുടെ മനസ്സിലെ ഇന്റലക്റ്റും നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയുമല്ല, എന്നാൽ ഈ യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ള വിശ്വാസവും പ്രത്യാശയുമാണ്. അതുണ്ടെങ്കിൽ we have a meaning for the future. അതുണ്ടെങ്കിൽ we have a reason to live, we have a reason to fight on, and we have a reason to struggle. പ്രിയമുള്ളവരെ, ആ പ്രത്യാശയിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.